ഇന്നൊരു ഓഫ് ഡേ ആയതുകൊണ്ട് സൈക്കിൾ എടുത്തു ഒരു സിനിമയ്ക്ക് പോകാമെന്നുള്ള പ്ലാനിലാണ്. അപ്പോൾ സൈക്കിൾ ചെക്ക് ചെയ്തു, വെള്ളമൊക്കെ എടുത്തിട്ടുണ്ട്, എയർ കുറവാണ്. അപ്പോൾ ഓൺ ദ വേയിൽ പെട്രോൾ പമ്പിൽ കയറി എയർ അടിക്കാം. അങ്ങനെ വീട്ടിൽ നിന്ന് ഒരു 4 കിലോമീറ്റർ വന്നു കഴിയുമ്പോൾ തുറവൂർ എന്ന് പറയുന്ന ജംഗ്ഷനാണ്. അവിടെ വലിയ ജംഗ്ഷനാണ്, എല്ലാ സാധനങ്ങളും കിട്ടും. 500 മീറ്റർ നീണ്ടു കിടക്കുന്ന ഒരു ജംഗ്ഷനാണ്. അപ്പോൾ അവിടെ നിന്ന് തുറവൂരിൽ നിന്ന് അങ്കമാലി ടു എറണാകുളം ലുലുമാളിൽ പോയി സിനിമ കാണാം, അതാണ് പ്ലാൻ. അങ്ങനെ തുറവൂർ ജംഗ്ഷനിൽ നിന്ന് 2 കിലോമീറ്റർ വന്നു കഴിയുമ്പോൾ പെട്രോൾ പമ്പുണ്ട്. അപ്പോൾ ആ പമ്പിൽ കയറി എയർ അടിക്കണം. പുതിയതായിട്ട് വരുന്ന സൈക്കിളുകൾക്കെല്ലാം പ്രീസ്റ്റ വാൽവാണ് ഉപയോഗിക്കുന്നത്. പ്രീസ്റ്റ വാൽവ് കൺവേർട്ട് ചെയ്ത് ഷാൾഡർ ആക്കിയാലാണ് പെട്രോൾ പമ്പിൽ നിന്ന് എയർ അടിക്കാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ കൺവേർട്ടറും പഞ്ചർ കിറ്റും അത്യാവശ്യം വേണ്ടതൊക്കെ ബാഗിൽ കീപ്പ് ചെയ്തേക്കണം. അത് സൈക്കിളുമ്പോൾ തന്നെ ഫിറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ലത്. അപ്പോൾ അങ്ങനെ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ബാഗ് ഊരി കൺവേർട്ടർ എടുത്തു. ആദ്യം ബാക്ക് ടയറിന് അടിച്ചപ്പോൾ എനിക്ക് ഈ വീഡിയോ വൃത്തിയായിട്ട് കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് ഫ്രണ്ടിൽ കൃത്യമായിട്ട് കാണിച്ചു തരാം കേട്ടോ. ഫ്രണ്ട് ടയർ അടിക്കണേൻ്റെ ഇത് പ്രീസ്റ്റ വാൽവും പിന്നെ വേറെ 1-2 കുറച്ച് വാൽവുകളൊക്കെ ഉണ്ട്. അത് ഇതിപ്പോൾ ബാക്ക് ടയറിനെ ഞാൻ ഓൾറെഡി ഫിറ്റ് ചെയ്തു. ഈ പമ്പിൽ 2 മെഷീനുണ്ട്. അപ്പോൾ ആദ്യത്തേൽ കയറിയത് ആദ്യത്തെ മെഷീൻ വർക്ക് ചെയ്യണില്ല. അപ്പോൾ രണ്ടാമത്തെ മെഷീൻ്റെ അടുത്ത് വന്നു. ബാക്ക് ടയർ കൃത്യമായിട്ട് എയർ അടിച്ചു. 80 PSI ആണ് വയ്ക്കണേ. 110 വരെ ഫില്ല് ചെയ്യാം, പക്ഷെ അത്രയും ചെയ്യണില്ല. 80 തന്നെ നല്ല വെട്ടറൊക്കെ നല്ല ഫീൽ ചെയ്യും. 80 തന്നെ 80 പറക്കാം, നമുക്ക് അത്യാവശ്യം നല്ല സ്പീഡിൽ പോകാം. ഞാൻ 80 വരെ സെറ്റ് ചെയ്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ ലോങ് ട്രിപ്പൊക്കെ പോവുകയാണെങ്കിൽ 110 ഫില്ല് ചെയ്യുകയാണെങ്കിൽ കുറേ കൂടി ഈസി ആയിരിക്കും സൈക്കിൾ ചവിട്ടാൻ. ഇനി ഫ്രണ്ട് ടയർ ഫില്ല് ചെയ്യാം. അപ്പോൾ പ്രീസ്റ്റ വാൽവ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പ്രീസ്റ്റ വാൽവ് ഇതാണ്. ഇതിനൊരു ലോക്ക് ഉണ്ട് പ്രീസ്റ്റ വാൽവിൻ്റെ തൊട്ട് മുകളിലിരിക്കുന്നത്. അത് ആദ്യം ലൂസ് ചെയ്യണം. ലൂസ് ചെയ്തതിന് ശേഷം ഷാൾഡർ കൺവേർട്ടർ അതിനകത്തേക്ക് ഇറക്കി കുറച്ചധികം ഇറക്കിയതിന് ശേഷമാണ് ടൈറ്റ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അത് വീണ്ടും ലോക്കായി പോകും. മുകളിൽ നിന്ന് മുതലേ നമ്മൾ ത്രെഡ് ടൈറ്റ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ പ്രീസ്റ്റ ലോക്കാവും, പിന്നെ എയർ കയറില്ല. അങ്ങനെ അത് സെറ്റ് ചെയ്തു. ഏകദേശം ഒരു 30 സെക്കൻഡ് വേണ്ടി വരുള്ളൂ 80 PSI ആവാനുണ്ട്. ഇതിനകത്ത് ഇപ്പോൾ ഓൾറെഡി ഒരു 60 PSI ഉണ്ട് എയർ. അങ്ങനെ അത് സെറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് അങ്ങനെ എയർ ഫില്ല് ചെയ്യൽ കഴിഞ്ഞു. അത് കഴിഞ്ഞ് വെള്ളം കുടിച്ചു. ഏകദേശം ഒരു 200-250 വെള്ളം കുടിച്ചു. ഏകദേശം ഒരു 5 കിലോമീറ്റർ കൂടുമ്പോൾ വെള്ളം നിർത്തി ബ്രേക്ക് എടുത്ത് വെള്ളം കുടിക്കും. അത് കഴിഞ്ഞ് അങ്കമാലിലെത്തി. ഏകദേശം വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ 9 മണിയായി. അതുകൊണ്ട് തന്നെ 10 മണിക്ക് ബാങ്ക് തുറക്കുമെന്നുള്ളത് കൊണ്ട് ബാങ്കിൽ കയറി ഒരു ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങണം, പിന്നെ ഒരു പുതിയ അക്കൗണ്ടും തുടങ്ങണം. അങ്ങനെ കൊട്ടക് മഹീന്ദ്ര ബാങ്കിൻ്റെ പുതിയ ബ്രാഞ്ചിൽ വന്നു. അവിടെ ഏകദേശം ഒരു 15 മിനിറ്റ് എടുത്തുള്ളൂ. കൊട്ടക് മഹീന്ദ്രയുടെ കറണ്ട് അക്കൗണ്ടിന് കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ അതും കൂടി നോക്കിയിട്ടാണ് ഞാൻ കൊട്ടക് മഹീന്ദ്രയുടെ അക്കൗണ്ട് തുടങ്ങിയത്. അവിടുന്ന് നേരെ പ്രോപ്പർ അങ്കമാലി ടൗണിൽ നിന്ന് സുഡിയോ, അവിടെ നിന്നാണ് എൻ്റെ ജേണി ശരിക്കും സ്റ്റാർട്ട് ചെയ്തത്. ഏകദേശം സമയം 10-10:30 ആയിട്ടുണ്ട്. മുറ സിനിമ കാണാമെന്നാണ് പ്ലാൻ. അപ്പോൾ ലുലു മാളിലെത്തി. എത്തുന്ന സമയം അനുസരിച്ച് കാണും. 1:30-ക്കാണ് ആക്ച്വലി ഷോ. 12-12:30 ഫുഡ് കഴിച്ച് 1 മണിക്കെങ്കിലും ലുലു മാളിലെത്തിയാലാണ് നമുക്ക് സിനിമ വൃത്തിക്ക് കാണാൻ പറ്റുള്ളൂ. അങ്ങനെ അങ്കമാലി കഴിഞ്ഞ് അത്താണി എത്തി. അത്താണിയിൽ നിന്ന് ചായ കുടിക്കാമെന്ന് വെച്ചപ്പോൾ റോഡ് സൈഡിലെല്ലാം നല്ല വെയിലാണ്. അപ്പോൾ
ഏതൊരു ചായക്കടയിൽ കയറി ചായ കുടിക്കേണ്ടി വരും. അപ്പോൾ സമയം പോവും, എറണാകുളത്ത് ലേറ്റ് ആവും. അതുകൊണ്ട് ചായ ആലുവയ്ക്ക് ശേഷം ഏതെങ്കിലും മെട്രോ സ്റ്റേഷൻ്റെ അടിയിൽ നിന്ന് കുടിക്കാമെന്ന് വെച്ച് അത് ഒഴിവാക്കി. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ 12 കിലോമീറ്റർ ആയിട്ടുണ്ട്. എയർപോർട്ടിൻ്റെ സിഗ്നൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഒരു 250 ml വെള്ളം കൂടി കുടിച്ചു. ഉച്ച സമയത്ത് ആലുവ, അങ്കമാലി, അത്താണി ഭാഗത്തേക്കൂടെ പാസ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം അൽറിൻ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് കുഴിമന്തി. ഈ സ്ഥലത്തെ ഏറ്റവും ബെസ്റ്റ് കുഴിമന്തിയാണ്. ആവറേജ് സ്പീഡ് 15-20 ഇടയ്ക്കാണ് പോകുന്നത്. ആലുവ എത്തിക്കഴിഞ്ഞപ്പോൾ മീൻ ചട്ടി കയറി ഫുഡ് കഴിച്ചാലോന്ന് എനിക്കൊരു തോന്നൽ വന്നെങ്കിലും ഞാൻ അത് വേണ്ടെന്ന് വെച്ചു. എറണാകുളത്തേക്ക് പോകുമ്പോൾ മെയിനായിട്ട് ആകെ ഒരു ബ്രിഡ്ജുള്ളൂ, അത് ആലുവ ബ്രിഡ്ജ്. ഈ ആലുവ ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ പ്രൈവറ്റ് സ്റ്റാൻഡ് കാണാം. പിന്നെ ഈ ബ്രിഡ്ജിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ചെടികളുണ്ട്. അപ്പോൾ ഈ ചെടി കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇനി മെട്രോ ഉള്ളതുകൊണ്ട്, മെട്രോൻ്റെ താഴെ കൂടെ പോകുന്നതുകൊണ്ട് വലിയ വെയിലും ഉണ്ടാവില്ല. ആലുവയിൽ നിന്ന് എടപ്പള്ളിക്ക് പോകുമ്പോൾ ഒരുപാട് മെട്രോ സ്റ്റേഷൻ ഉള്ളതുകൊണ്ട് എല്ലാ മെട്രോ സ്റ്റേഷൻ്റെ സൈഡിലും താഴേക്കായിട്ട് ചായക്കടകളുണ്ട്. അപ്പോൾ അവിടെ നിന്നൊരു ചായക്കട കയറി ചായ കുടിച്ചു. കളമശ്ശേരിയിലെത്തി. കളമശ്ശേരിയിൽ നേരെ പോകാൻ പറ്റില്ല, ആ വഴി ബ്ലോക്ക് ചെയ്തിട്ട് ഒരു 1 വേ ആക്കി. അപ്പോൾ നേരെ HMTയിലേക്ക് തിരിയണ വഴിക്ക് കിടന്ന് ടയോട്ടയുടെ സൈഡിൽ കൂടെ അറേബ്യൻ കുഴിമന്തി എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലെത്തി. ലുലു മാളിൽ നിന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്ററിൻ്റെ താഴെയുള്ളൂ. അപ്പോൾ കയറി ചെന്നതിന് ഞാനൊരു കുഴിമന്തി ഓർഡർ ചെയ്തു. അപ്പോൾ കുഴിമന്തിക്ക് മുമ്പ് അവരൊരു ചിക്കൻ സൂപ്പ് കൊണ്ടുവന്നു. നല്ല ചൂടായിട്ട് നല്ല ദാഹിച്ചിരിക്കുന്ന സമയത്താണ് സാധനം വന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഇച്ചിരി ഉപ്പ് മുന്നായിരുന്നു. അത് കഴിഞ്ഞ് വന്നത് കുഴിമന്തി വന്നു. കുഴിമന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ചിക്കൻ നല്ല സോഫ്റ്റായിരുന്നു. ഞാൻ ഈ കാലൊക്കെ എടുക്കുന്ന സമയത്ത് സിമ്പിളായിട്ട് ഊരിപ്പോന്നു. ഈ എല്ലും പീസ് മാറ്റി കഴിഞ്ഞാൽ 2 പ്രാവശ്യം വായിലിടാനുള്ള ചിക്കനുള്ളൂ. മൂപ്പ് കുറഞ്ഞ ചിക്കനാണെന്നാണ് അവർ യൂസ് ചെയ്യണേ. അങ്ങനെ സ്പെഷ്യൽ ചിക്കനാണ് അവിടുത്തെ. റൈസ് ഒരു നോർമൽ റൈസാണ്, പക്ഷേ ചിക്കൻ അടിപൊളി ചിക്കൻ, ഗംഭീര ചിക്കൻ. അത് നല്ല ജ്യൂസി ആയിരുന്നെങ്കിലും ഉള്ളിൽ നല്ല മസാല ഉണ്ടായിരുന്നു, നല്ല സ്പൈസി ആയിരുന്നു. അങ്ങനെ നല്ല പ്ലേറ്റൊക്കെ വെടിച്ചിലായിട്ട് ക്ലീൻ ചെയ്തു. രണ്ടാമത് ചോറ് മേടിക്കാൻ പറ്റിയില്ല, വെള്ളം കുടിച്ച് വയറിറങ്ങിയ കാരണം രണ്ടാമത് റൈസ് മേടിച്ചില്ല. അത് കഴിഞ്ഞ് നേരെ അവിടെ നിന്ന് ലുലു മാളിലെത്തി. ലുലു മാളിൻ്റെ മെയിൻ എൻട്രൻസ് വഴി കയറി. മെയിൻ എൻട്രൻസ് വഴി കയറി കഴിഞ്ഞാലുള്ള കുഴപ്പം, സൈഡ് വഴി താഴത്തേക്ക് പോകാനായിട്ട് ഇച്ചിരി ദൂരം കൂടുതലാണ്. കാറുകാർക്ക് കുഴപ്പമില്ല, 2 വീലറുകാർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇച്ചിരി താഴേക്കൂടെ പോയി കറങ്ങി വരണം. അപ്പോൾ അതിലും നല്ലത് പറവൂർ റോട്ടിൽ നിന്ന് കയറായിരുന്നു. പറവൂർ റോട്ടിലെ എൻട്രൻസിൽ നിന്ന് കയറാമായിരുന്നു. പക്ഷേ ഞാൻ മെയിൻ വഴിക്ക് തന്നെ വന്നേ. പറവൂർ സൈഡ് റോഡ് ചിലപ്പോൾ ബ്ലോക്ക് ഉണ്ടാവും, യൂ ടേൺ എടുക്കാനായിട്ട് കുറച്ച് ദൂരം പോകണം. അങ്ങനെ ലുലു മാളിലെത്തി സൈക്കിൾ പാർക്ക് ചെയ്യണം. സൈക്കിൾ പാർക്കിങ്ങിന് പ്രത്യേക ഏരിയ ഉണ്ട്, അവിടേക്ക് പോകണം. അവിടെ പോയിട്ട് സൈക്കിൾ പാർക്ക് ചെയ്തിട്ട് സൈക്കിൾ പാർക്ക് ചെയ്യുന്നതിന് ഒരു വീഡിയോ എടുത്ത് വയ്ക്കണം. കാര്യം എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഒരു തെളിവിന് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് നേരെ ലുലു മാളിൽ കയറി ഫ്രഷ് ആവുന്നതിന് മുമ്പ് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഏകദേശം 15 മിനിറ്റ് ഏറ്റവും കുറഞ്ഞത് വേണം. കാര്യം ഒരുപാട് സ്ക്രീനും ഒരുപാട് ഷോയും ഉള്ളതുകൊണ്ട് ടിക്കറ്റ് എടുക്കാൻ സമയമെടുക്കും. അവിടെ നിന്ന് സ്കാൻ ചെയ്ത് ടിക്കറ്റ് എടുക്കാമെന്ന് വെച്ചാലും അവിടെ സ്കാൻ ചെയ്ത് എടുക്കാം, അതിന് സർവീസ് ചാർജ് വരും. അപ്പോൾ നേരെ കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്തു. അത് കഴിഞ്ഞ് ഡ്രസ്സ് മാറാനായിട്ട് വാഷ്റൂമിൽ പോയി ഡ്രസ്സ് മാറി, അല്ലെങ്കിൽ മുഷ്ടിമാണായിട്ട് തിയേറ്ററിൽ ഇരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ സിനിമ തുടങ്ങി.
ഇൻ്റർവെല്ലായി കഴിഞ്ഞപ്പോൾ പുറത്തിറങ്ങി എന്തെങ്കിലും മേടിക്കാമെന്ന് വിചാരിച്ചപ്പോൾ എല്ലാം കോസ്റ്റ്ലിയാണ്. പിന്നെ കുഴിമന്തി കഴിച്ച് വയറിഞ്ഞിരിക്കണ ആരൊന്നും മേടിച്ചില്ല. അങ്ങനെ ഇൻ്റർവെല്ല് കഴിഞ്ഞു, സിനിമ കഴിഞ്ഞു, നേരെ കിഴക്കമ്പലം പോവാണ്. അപ്പോൾ കിഴക്കമ്പലം പോണ വഴി നല്ല വ്യൂ ഉണ്ട് കേട്ടോ, നല്ല ഗ്രീനറിയും നല്ല റോഡും. കിഴക്കമ്പലത്ത് പോയിട്ട് മലബാർ എന്ന് പറയുന്നൊരു ഷോപ്പിൽ കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. സൈക്കിളുമ്പോൾ പോയ കാരണം ബാഗിൽ വയ്ക്കാവുന്ന സാധനങ്ങളെ മേടിക്കാൻ പറ്റുള്ളൂ. പിന്നെ 1-2 കാര്യം നോക്കി വയ്ക്കണം. പറ്റിയതുണ്ടെങ്കിൽ വണ്ടിയായിട്ട് വന്ന് മേടിക്കാമെന്നാണ് പ്ലാൻ. അങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് ഈ വഴിക്ക് പോണേ. നല്ല തണലും ഉണ്ട്. ഏകദേശം സമയം 5:30-6 മണിയായി. പക്ഷേ ഉച്ചയ്ക്ക് വന്നാലും നല്ല തണലത്ത് ഗ്രീനറിയൊക്കെ കണ്ട് പോകാൻ പറ്റിയ ഏരിയയാണ്. മലബാറിലെത്തിയപ്പോഴേക്കും നേരം ഇരുട്ടി തുടങ്ങി കേട്ടോ. മലബാർ ഷോപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോട്ടൽ എക്യുപ്മെൻറ്റ്സ്, കാറ്ററിംഗ്, ഇവൻറ്റ് മാനേജ്മെൻറ്റിന് പറ്റിയ എല്ലാ സാധനങ്ങളും, വലിയ ഷോപ്പാണ്. എല്ലാ സാധനങ്ങളും ഉണ്ട് കടയിൽ. സരിത മാഡമാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. 2-3 ഐറ്റം ബാഗിൽ കൊള്ളാവുന്നത് ഞാൻ മേടിച്ചു. പിന്നെ കുറച്ച് ഐറ്റം നോക്കി വെച്ചിട്ടുണ്ട്, വണ്ടിക്ക് വന്ന് എടുക്കണം. മലബാറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഏകദേശം 7 മണിയായി. നല്ല ഇരുട്ടായി. സൈക്കിളിൻ്റെ ടോർച്ച് ഓണാക്കി, ടെയിൽ ലൈറ്റ് സെറ്റ് ചെയ്തു. ടെയിൽ ലൈറ്റിൻ്റെ ബാറ്ററി തീർന്നിരിക്കുകയായിരുന്നു. അങ്ങനെ ബാറ്ററി മേടിച്ചിട്ടു. അങ്ങനെ സൈക്കിൾ സെറ്റായി വീണ്ടും അവിടുന്ന് വീട്ടിലേക്കുള്ള യാത്ര തുടങ്ങി. ഓൺ ദ വേയിലൊരു തട്ടുകട കയറി മുട്ട ബജി കഴിച്ചു. അത് കള്ള് ഷാപ്പിൻ്റെ ഓപ്പോസിറ്റുള്ള കടയായതുകൊണ്ട് നല്ല എരിവൊക്കെ ഉണ്ടായി. അങ്ങനെ അവിടെ നിന്ന് നേരെ കിഴക്കമ്പലം ജംഗ്ഷനിൽ വന്ന് കിഴക്കമ്പലത്ത് നിന്ന് പെരുമ്പാവൂരില്ല, ചൂണ്ടി കൂടി ആലുവ എത്തി. ഇടയ്ക്ക് ഒരു പള്ളിയിൽ കയറി കുറച്ച് വെള്ളം കുടിച്ചു, വെള്ളം ഫില്ല് ചെയ്തു. നല്ല പള്ളിയായിരുന്നു. ഒരു 7:30 സമയത്ത് ആൾക്കാർ പ്രാർത്ഥിക്കാൻ വരുന്നുണ്ട്. പിന്നെ വെള്ളമാണെങ്കിൽ തണുത്ത വെള്ളമുണ്ട്, നോർമൽ വാട്ടറുണ്ട്. അങ്ങനെ നല്ല രസകരമായിട്ട് അവിടെ നിന്ന് വെള്ളം കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങി നേരെ ആലുവയ്ക്ക്. ഒരു 7:30 ആലുവ എത്തി. നല്ല ലൈറ്റ് അറേഞ്ച്മെൻറ്റ് ചെയ്ത കടകളും പിന്നെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സും നല്ല ബ്ലോക്കും എല്ലാം കൊണ്ടും ആലുവ നല്ല രസമായിരുന്നു. പിന്നെ ആലുവയിൽ മെട്രോൻ്റെ ബ്രിഡ്ജ് കാണാൻ നല്ല രസമാണ്. രാത്രി ലൈറ്റൊക്കെ ഇട്ട്. എൻ്റെ കയ്യിലുള്ള എയർ പമ്പ് ഉപയോഗിക്കാൻ പറ്റാത്തതിൻ്റെ പേരിലാണ് പെട്രോൾ പമ്പിൽ നിന്ന് എയർ അടിക്കണേ. അപ്പോൾ സമയം ഇത്ര ആയതുകൊണ്ട് ഇനി സൈക്കിൾ പഞ്ചറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എയർ അടിക്കാൻ പറ്റുന്ന പെട്രോൾ പമ്പ് എത്തുന്ന വരെ സൈക്കിൾ ഉന്തേണ്ടി വരും. അങ്ങനെ ആലുവയ്ക്ക് ടാറ്റ പറഞ്ഞു. ഇനിയിപ്പോൾ ആവറേജ് ഒരു 30 km/h ചവിട്ടണം. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, രാത്രിയായി. അതുകൊണ്ട് ആ ഒരു സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടായിരിക്കും ഇനി നോക്കുക. അതിനുശേഷം അങ്കമാലിലെത്തിയപ്പോഴേക്ക് 8 മണിയായി. ഇത് തന്നെയാണ് അവസ്ഥ. നല്ല രാത്രി ആയതുകൊണ്ട് കടകളൊക്കെ നല്ല ലൈറ്റ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളും. നമ്മൾ സ്റ്റുഡിയോന്നാണ് ഏകദേശം എൻ്റെ യാത്ര സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ സ്റ്റുഡിയോയുടെ അവിടെ എത്തി. സ്റ്റുഡിയോ ഈ പറഞ്ഞ രാത്രി നല്ല രസമാണ് കാണാനായിട്ട്. പിന്നെ ഫാമിലി ആയിട്ട് ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ അങ്കമാലിൽ വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അലിബാബയും 41 ഡിഷും അതും നല്ല ലൈറ്റ് അറേഞ്ച്മെൻ്റൊക്കെ ചെയ്ത് നല്ല രസമായിട്ടാണ് ഉണ്ടായിരുന്നത്.
അങ്ങനെ അങ്കമാലി എത്തി. ഏകദേശം ഒരു 12 മണിക്കൂറത്തെ യാത്രയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. മഴ കിട്ടിയില്ല. സിനിമ നല്ലോണം എൻജോയ് ചെയ്തു. നല്ല ഫുഡ് കഴിച്ചു. ഓവറായിട്ട് കഴിച്ചുമില്ല. വൈകിട്ട് ബജി കഴിച്ച കാരണം നല്ലതായി. കാശും കുറവായി. ഡയറ്റും ഒരുവിധം സെറ്റാക്കാൻ പറ്റി. അങ്ങനെ അത്രേ ഉള്ളൂ ഗൈസ്. ഓക്കെ ബൈ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.